പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാതവന്ദനം. ആത്മമന്റെ എന്ന ശുശ്രൂഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് പ്രഭാതത്തിലും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ചിന്തിക്കാട്ടെ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യം. അവൻ അവരോട്, അല്പവിശ്വാസികളെ, നിങ്ങൾ ഭീരുക്കൾ ആകുവാൻ എന്ന് പറഞ്ഞ ശേഷം എഴുന്നേറ്റു കാറ്റിനെയും കടലിനെയും ശാസിച്ചു. വളരെ പരിചിതമുള്ളൊരു ഭാഗമാണ്. മാത്യു ചാപ്റ്റർ 8:26. കാറ്റിനെയും കടലിനെയും കർത്താവ് ശാസിക്കുന്ന ഒരു ഭാഗമാണ്. അവൻ പടകിൽ കയറിയപ്പോൾ ശിഷ്യന്മാരും കൂടെ ചെന്നു. ശിഷ്യന്മാർ മുൻപോട്ട് പോയപ്പോൾ പടക് തിരകളാൽ മുങ്ങുമാറായി. കർത്താവ് ഉറങ്ങുകയായിരുന്നു. ഈ ഭാവമൊക്കെ നമുക്കറിയാവുന്ന. എന്നെ അവിടെ വളരെ ചിന്തിപ്പിച്ചൊരു കാര്യം, അവർ പറഞ്ഞു, നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. അവൻ അവരോട് പറയുക, സാധാരണ അങ്ങനെ ഒരു വലിയൊരു ഭീതിജനകമായ ഒരു സംഭവം നടക്കുമ്പോൾ, അല്ലെങ്കിൽ പ്രാണഭയത്തിലായി പടക് മുങ്ങാൻ പോകുമ്പോൾ സാധാരണയായിട്ട് ചെയ്യാറുള്ള ഒരു കാര്യമല്ല, എന്ത് ചെയ്യുന്നു, ആ എഴുന്നേൽപ്പിക്കുന്ന അല്ലെങ്കിൽ ഉറക്കത്തിലായിരിക്കുന്ന വ്യക്തി എഴുന്നേൽപ്പിക്കുന്ന ചാടി എഴുന്നേറ്റിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആ വിഷയത്തോടാണ് പ്രതികരിക്കുന്നത്. പക്ഷെ പ്രതികരിച്ച വിഷയം എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ? കർത്താവ് എഴുന്നേറ്റ് പറയാ, അല്പവിശ്വാസികളെ, നിങ്ങൾ ഭീരുക്കൾ ആകുവാൻ ഓ സ്തോത്രം. ഈ പ്രഭാതത്തിലും ചില വിഷയങ്ങൾക്കകത്ത് നമ്മളങ്ങ് ആവലാതിപ്പെടുക, വല്ലാണ്ടങ്ങ് നമ്മൾ സങ്കടപ്പെടുക, അങ്ങ് എന്ത് ചെയ്യുന്നു, നിരാശയുടെ വക്കിലേക്ക് എത്തുന്നത് പോലും ഒക്കെ നമ്മുടെ സാഹചര്യങ്ങൾ അങ്ങനെയാകുക. എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് നമ്മളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇത്ര ഭീരുക്കളാകുവാൻ എന്ന് പറഞ്ഞ ശേഷമാണ് എഴുന്നേറ്റ് കടലിനെ ശാസിച്ചത്. ചാടി എഴുന്നേറ്റ് കർത്താവ് കടലിനെ ശാസിക്കുകയല്ല ചെയ്തത്. എന്നെ അവിടെ ചിന്തിപ്പിച്ചൊരു കാര്യമാണ്. ആദ്യം എന്ത് ചെയ്തു, എന്തിനെയാണ് ശാസിച്ചത്? എൻ്റെ ചിന്തയിൽ, ഈ ധ്യാനത്തിൽ എനിക്കൊരു മനസ്സിലായ കാര്യം, ആദ്യം എഴുന്നേറ്റ് അവിടെ ഭീരുത്വത്തെയാണ് ശാസിച്ചത്. ഇന്ന് പ്രഭാതത്തിലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചില ഭീരുത്വങ്ങളെ ശാസിക്കട്ടെ. ഓളവും തിരമാലയും ഒക്കെ എന്ത് ചെയ്തോളൂ, ശാന്തമായിക്കോളും. പക്ഷെ അതിനു മുൻപ് നമ്മളിലുണ്ടായിരിക്കുന്ന ചില ഓളം, നമ്മളിലുണ്ടായിരിക്കുന്ന ചില കാറ്റ്, നമ്മളിലുണ്ടായിരിക്കുന്ന ചില തിരമാലകൾ, ഭയത്തിൻ്റേത്, അവിശ്വാസത്തിൻ്റേത്, ചില എന്താണ്, ദൈവകൃപയിൽ ആശ്രയിക്കാൻ കഴിയാത്തതിൻ്റേത്, അതെല്ലാം ഇന്ന് പ്രഭാതത്തിൽ ശാസിച്ചിട്ട് നിന്നാൽ തീർച്ചയായിട്ടും പടക് ശാന്തതയോടെ എന്ത് ചെയ്യുന്നു, അത് പുറത്തുണ്ടായിരിക്കുന്ന കാറ്റും അത് തിരമാലകളും ശാന്തമാകും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ടെന്ന് സ്തോത്രം ചെയ്യാൻ കഴിയുമോ? ഞാൻ ഭീരുവാകാതെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന, എൻ്റെ അകത്തളങ്ങളിൽ ഉണ്ടായിരിക്കുന്ന, എൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കുന്ന അവിശ്വാസവും ഭീരുത്വവും ഒക്കെ ഒന്നൊന്ന് ശാസിച്ചാൽ പുറത്തുള്ള സകല കാറ്റുകളും ഉടനടി അടങ്ങുവാനായിട്ടിടയായിത്തീരും. ഇന്ന് പ്രഭാതത്തിൽ അങ്ങനെ ചിലത് അടങ്ങുന്ന പകൽക്കാലത്തിനായി സ്തോത്രം ചെയ്യുന്നു. അതേ കുഞ്ഞെ, നീ ധൈര്യത്തോടെ നിന്നാൽ നിന്റെ ചുറ്റുപാടും ഇപ്പോൾ അടിക്കുന്ന സകല കാറ്റുകളും സകല തിരമാലകളും ശാന്തമാകും. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, വചനത്തിനാണ് സ്തോത്രം. എല്ലാവരും ബലപ്പെടുത്തിയാട്ടെ. പ്രാർത്ഥനയോടുള്ള നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.